ഇന്ന് സമാധാനമായിട്ട് ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്യാനുള്ളൊരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് ജോലിക്കിടയിലങ്ങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ ഓഗസ്റ്റ് 15 നിറവിൽ നിൽക്കുകയാണ്. ഇവിടെ ആർക്കാണോ സ്വാതന്ത്ര്യമുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയാണോ നടക്കുന്നത്. ദൂരെയൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ കൊൽക്കത്തയിൽ ഒരു ഡോക്ടറിനെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞാണല്ലോ. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടില്ല. അതിൻ്റെ നേരെ ആരെങ്കിലും പ്രതികരിക്കുന്നതോ ഒന്നും തന്നെ ഞാൻ ഇവിടെയും കണ്ടില്ല. 16 മുതൽ 24 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ജോലി ചെയ്ത് പുറത്തു പോകാൻ അനുവാദമില്ലാത്ത ഡോക്ടർമാർ, അല്ലെങ്കിൽ ആ കുട്ടി സെമിനാർ ഹാളിൽ പോയി വിശ്രമിച്ചതാണ്. എന്നിട്ടോ വീട്ടുകാരെ ഈ ഹോസ്പിറ്റൽ അറിയിച്ചത് എന്താണെന്നറിയോ? സൂയിസൈഡാണെന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ണിൽ ഈ കുപ്പിച്ചില്ല് ഗ്ലാസ് കഷ്ണം ഇടിച്ച് കയറ്റി പെൽവിസിൻ്റെ അസ്ഥി വരെ ഒടിഞ്ഞിട്ടുണ്ട്. അത്ര മൃഗീയമായിട്ടാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ജീവൻ ഡോക്ടേഴ്സ് അത്രയും, നമുക്കൊരു വയ്യാഴിക വരുമ്പം അറിയാം, നമ്മൾ വിളിച്ച് ഊവി ഹോസ്പിറ്റലിലോട്ട് ഓടുന്നു. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. എനിക്ക് കുറേ വയ്യാഴികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. വേദന സഹിക്കാതെ വരുമ്പം നമുക്ക് മറ്റൊന്നുമില്ല, അവിടെ നിൽക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ദൈവമാണ്. ഇവിടെ നമ്മൾ ഡോക്ടർ എന്ന് കാണണ്ടപ്പാ, ഒരു മനുഷ്യ ജീവൻ എന്ന് കണ്ടാലും മതി. പക്ഷേ ഡോക്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ജീവൻ നമ്മൾ വിശ്വസിച്ച് അവരിൽ ഏൽപ്പിക്കുന്നതാണ്. അവിടുന്നേ ഉള്ളൂ. എനിക്ക് വയ്യ, അത് വയ്യ, ഇത് വയ്യ, അയ്യോ ഡോക്ടറെ എൻ്റെ വേദന ഞാൻ പറയുന്നതാണ്. എനിക്ക് ഭയങ്കര പെയിനൊക്കെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഡോക്ടറെ ഇങ്ങനെ ഇത് വേഗം മാറ്റി ഇപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇന്നലെ രാത്രി 11 മണി വരെയും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നലെ രാത്രി 11 മണിക്കും ഹോസ്പിറ്റലിൽ ആയിരുന്നു. അത്രയും 7:30 മുതൽ 11 മണി വരെ ഹോസ്പിറ്റലായിരുന്നു, സുഖമില്ലാണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് അവരെ ദൈവത്തെ പോലെ കാണുന്നത്. നമ്മുടെ ജീവൻ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ദൈവം കഴിഞ്ഞ ഡോക്ടേഴ്സ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ, നമ്മുടെ ഒരു കുഞ്ഞാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, MBBS കഴിഞ്ഞ് അത്രയൊക്കെ കഴിഞ്ഞ് ആ കുഞ്ഞ് നമ്മുടെ നാടിന് അസറ്റായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അതിനെ ഈ മൃഗീയമായിട്ട് പീഡിപ്പിച്ചിട്ട്, അപ്പോൾ ഒരു കൂട്ടം ഡോക്ടേഴ്സ് അതിനോട് പ്രതികരിച്ചു. സ്വാഭാവികമാണല്ലോ, ഡോക്ടേഴ്സ് പ്രതികരിക്കുമല്ലോ. നാളെ അവർക്ക് ആ അവസ്ഥ ഉണ്ടായല്ലോ. അവർ പ്രതികരിച്ചപ്പോൾ മാനസികതല കൈവിട്ട, അതായത് ഡ്രഗ്സ് അഡിക്റ്റായ ഒരു കൂട്ടം ആൾക്കാരെ ലോറിയിൽ കൊണ്ടുവന്നിറക്കി അവരുണ്ടായിരുന്നിടമെല്ലാം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. ഞാൻ അതിൻ്റെ ആ ഫോട്ടോസ് ഇട്ടാൽ നിങ്ങൾ നോക്കണം. ഡോക്ടേഴ്സ് റൂമൊക്കെ ഒന്ന് കാണണം. അന്ന് ആ അക്രമത്തിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു? അവിടെയും സുരക്ഷിതത്വം ഇല്ല. ഇതെല്ലാം പോട്ടെ, ഏറ്റവും സങ്കടം തോന്നുന്നത് എന്താണെന്നറിയോ? ഹോസ്പിറ്റലുകാർ, മറ്റുള്ള ഹോസ്പിറ്റലുകാർ ഇറക്കിയ ഒരു സർക്കുലർ നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഡോക്ടേഴ്സ് ഒറ്റയ്ക്ക് കൺസൾട്ടിങ് ചെയ്യരുത്, ഡോക്ടേഴ്സ് ഒറ്റയ്ക്ക് ഇരിക്കല് നടക്കല്. കൊള്ളാമല്ലേ ജാതി മനുഷ്യർ? ഡോക്ടേഴ്സ് ഒറ്റയ്ക്ക് ഇരിക്കുകയും നടക്കുകയും ചെയ്ത് ഒറ്റയ്ക്ക് കൺസൾട്ടിങ് ചെയ്യരുത്, കൂട്ടമായിട്ടേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടും. ഭയങ്കര സ്വാതന്ത്ര്യം, അതാണ് സ്വാതന്ത്ര്യം. ഇവിടെ സ്ത്രീ സമത്വമൊന്നും അല്ലപ്പോൾ ആവശ്യം. പീഡിപ്പിക്കപ്പെടാതെ ഉപദ്രവം ഇല്ലാതെ ജീവിക്കാൻ പറ്റുക, ജോലി ചെയ്യാൻ പറ്റുക, ഒരു സമത്വവും നമുക്ക് വേണ്ട. എന്ത് സമത്വം? ആണിനെ ആണായി തന്നെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? കായിക ബലമായിട്ട് എല്ലാവരും സമത്വമൊക്കെ, ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ പറയുന്നത് ശരിയോ തെറ്റോ, ഞാൻ എൻ്റെ കാര്യം, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നമുക്കിവിടെ ഈ വയനാട്ടിലൊക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പം നമ്മൾ സ്ത്രീകൾക്ക് പോയി നിന്ന് കായികപരമായി ചെയ്യുന്ന ഒരു ലിമിറ്റുണ്ട്. പറ്റുമോ? ഒക്കെ ലിമിറ്റുണ്ട്. ആണുങ്ങളുടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ എങ്ങനെ? ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ അവർക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കഴിവ് കൂടുതൽ. നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം. അല്ലാതെ സമത്വം എന്ന് പറയുമ്പോൾ എല്ലാത്തിലും സമത്വമൊന്നും ആകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ സ്നേഹം കൊടുത്ത് നല്ല രീതിയിൽ ഒന്നിച്ച് ഒരു കുടുംബ ജീവിതമാണെങ്കിലും അല്ലെ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഒന്നിച്ച് സഹകരണ മനോഭാവത്തോടുകൂടി സ്നേഹത്തോടെ പോകാൻ കഴിയണം എന്നുള്ളതിലാണ് സമത്വം. അല്ലാതെ ഭാര്യയെ അടുക്കളയിലിട്ട് ചവിട്ടി മെതിക്കുന്ന, അല്ലെങ്കിൽ അവൾക്ക് യാതൊരു വോയിസും ഇല്ലാത്ത പലയിടത്തും കണ്ടിട്ടുണ്ട്, ഭക്ഷണം വെക്കാൻ മാത്രം. അങ്ങനെ ആകരുത് എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു സമത്വം ആഗ്രഹിക്കണം. അല്ലെങ്കിൽ അതൊക്കെ ശരിയാണ്. പക്ഷേ മറ്റ് പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും നമ്മളെന്താണ്, നമ്മുടെ ഭർത്താവ് അല്ലെ അച്ഛൻ്റെ സഹായം നമുക്ക് വേണ്ടി വരും. എന്തുകൊണ്ട്? നമുക്കറിയാം നമ്മളെക്കാളും ഫിസിക്കലി അവരൊന്നും കൂടി ഏബിളാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സമത്വവും കാര്യങ്ങളും ഒന്നും അല്ല അവിടെ വേണമെന്ന്. മനസമാധാനമായിട്ട് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പോകണം, പീഡിപ്പിക്കപ്പെടാതിരിക്കാനുള്ള വഴി, അതൊക്കെയാണ് വേണ്ടത്. ജോലി ചെയ്യണ്ടേ നമുക്ക്? ഞാൻ
വളരെ ചെറുപ്പത്തിൽ മുതൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പെണ്ണായതുകൊണ്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് അപ്പം എനിക്ക് തീർച്ചയായിട്ടും മനുഷ്യർക്ക് ജോലി ചെയ്ത് ജീവിക്കണം. എനിക്ക് എൻ്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭർത്താവിനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, നമ്മുടെ ഫാമിലിക്ക് നമ്മൾ സപ്പോർട്ടീവായിട്ടിരിക്കണം. എനിക്ക് സമത്വമല്ല വേണ്ടുന്നത്. നമ്മളുടെ ഒരു വശം ഒന്ന് വീണാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ജോലി ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വല്ലതും വാങ്ങിക്കാൻ അങ്ങനെയെന്ന് മാത്രം ചിന്തിക്കേണ്ട. ഒരു സ്ത്രീ, ഇപ്പം നമ്മൾ പറയാറുണ്ട് സ്ത്രീകൾ നമ്മളെ വല്ല ആവശ്യത്തിന് ആരുടെ മുന്നിൽ കഴിയുന്നത്. അത് തന്നെയല്ല, അവർക്കൊരു വീഴ്ച വന്നാൽ താങ്ങാനും കൂടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി. നമ്മൾ എന്ന് പറഞ്ഞാൽ അവരടങ്ങുന്നതാണല്ലോ ഒക്കെ എല്ലാ സ്ത്രീകളും കഷ്ടപ്പെടുന്നത്. പുരുഷന്മാരും നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ അവർ നേരം വെളുത്ത് പോയി ഈ കടന്ന് കഷ്ടപ്പെടുന്നതൊന്നും അവർക്ക് വേണ്ടി മാത്രമല്ല. കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് കൊണ്ടു തരുന്നത് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാത്തിനെയും ബഹുമാനിക്കണം, പരിഗണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പുറത്ത് പോയി ജീവിക്കാൻ, ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല, അവിടെ ഒരു സ്ത്രീ സുരക്ഷിതയല്ലാണ്ടാകുന്നത്, അതിനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആ ഹോസ്പിറ്റലുകാർ, ഡോക്ടർമാർ ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് നടക്കാതിരിക്കുക, ഒറ്റയ്ക്ക് കൺസൾട്ടിങ് ചെയ്യാതിരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക. ഇതൊക്കെയാണോ വേണ്ടത്? ഭയങ്കര കഷ്ടമാണ് ഇതൊക്കെ. നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇവിടെ ഒന്നും ആരും പ്രതികരിച്ചു പോലും കാണുന്നില്ല. ഇപ്പം നമ്മൾ പ്രതികരിച്ചത് കൊണ്ടൊന്നും ആവാൻ പോകുന്നില്ല. നമ്മുടെ അടുക്കളയിൽ ദോശ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതികരിച്ചാൽ ആര് കേൾക്കാനാ? ആരും കേൾക്കണം എന്നില്ല. പക്ഷെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു എന്ന് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ആകുമ്പോൾ ഓപ്പോസിറ്റ് നമ്മളോട് നിങ്ങൾ കമൻറ്റിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഉള്ളൂ. അല്ലാണ്ടാരും നമ്മൾ പറയുന്നതിന് ഇത് ചെയ്യുന്നില്ലല്ലോ. അപ്പം മനസ്സമാധാനമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഇത് പറയാമല്ലോ. എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. ഞാനത് ആലോചിക്കുമായിരുന്നു ഇന്നലെ ഒരു ദിവസമൊക്കെ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കടന്ന് വെമ്പൽ കൊള്ളുന്ന ആൾക്കാർ ഇതിലേക്കൊന്നും ശ്രദ്ധിക്കണം, പ്രതികരിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇല്ല, അത് സുരക്ഷിതത ഉറപ്പാക്കണമെന്നേ. അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ലോകം പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ല. വെള്ളത്തിൽ പോയി അർജുനയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ആന പോലത്തെ ഒരു വണ്ടിയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ജോലിക്ക് പോകുന്നവർക്ക് സുരക്ഷിതത്വം ഇല്ല. പക്ഷെ നമ്മൾ സ്വതന്ത്രരാണ്, നമ്മൾ സ്വയം പര്യാപ്തരാണ്, ഇതാണ്. നമ്മളൊന്നും അല്ല, എവിടെയൊക്കെയോ കിടക്കുന്നേ ഉള്ളൂ. എവിടുന്നൊക്കെയോ വലിഞ്ഞു കയറി വരണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നിയതുമാണ് പറഞ്ഞത്. എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് തെറ്റായി തോന്നിയെങ്കിൽ ക്ഷമിക്കുക.